ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. ആൻഡ് നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിലുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യും. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അതല്ലാണ്ട് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അവിടെ നിങ്ങൾ ഫോളോ ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. അവിടെയും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസം മെസ്സേജസ് ഇടാറുണ്ട്. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യുക. അതിൻ്റെ ഹാൻഡിൽ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മുകളിലാണ്, സ്ക്രീനിൻ്റെ കോർണറിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എനിക്ക് അവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് എന്താ പറയണേ ഫെബ്രുവരിയിൽ, അത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഫെബ്രുവരി ഓവറോൾ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ്. ഇത് പൈസീസിൻ്റെ തന്നെ എനർജിയാണ്. പൈസീസിൻ്റെ കാർഡാണ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 5 ഓഫ് കപ്സ്. കറണ്ട് ഫെബ്രുവരി എനർജി നിങ്ങളുടെ 2 ഓഫ് കപ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 9 ഓഫ് വാൻഡ്സ്. ചാലഞ്ച് പൊസിഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഫൂൾ. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. ഇത് നമ്മൾ എണ്ണിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ അതിനെ ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ കുറേ സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ആണ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് ഒരു സെപ്പറേഷൻ്റെ എനർജിയുമാണ്. നിങ്ങളുടെ അടുത്ത് ചിലവർ സെപ്പറേറ്റഡ് ആയിരിക്കും ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന്. സൺ ഉണ്ട് ഇവിടെ, ലിയോ എനർജി ആൻഡ് കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫയർ സൈൻ ആണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ ഒരു ഫയർ സൈനിൻ്റെ കൂടെ ആയിരിക്കും ഡീലി ഉണ്ടാവുക. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു സ്ട്രോങ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. പക്ഷേ ഈ മാസം നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് അത്ര ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജി ഉണ്ട്. പക്ഷെ ഒരു വഴക്കുണ്ടായിട്ടല്ല ഇത് ഒരു നോ കോണ്ടാക്ട് ആവണത്. പക്ഷെ എന്തോ മേ ബി നിങ്ങളുടെ ടൈമിങ് മാച്ച് ആവണില്ല, സൂട്ട് ആവണില്ല. നിങ്ങൾ ബിസി ആയിരിക്കും, അവർ ബിസി ആയിരിക്കും, അങ്ങനത്തെ എനർജി ആവാം. പക്ഷെ ഇവിടെ ഒരു സീക്രറ്റ്സിന്റെ എനർജിയും ഉണ്ട്. നിങ്ങളുടെ രണ്ടാളുടെയും നിങ്ങളെ രണ്ടാളുടെയും ലൈഫല്ല, പക്ഷെ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും കുറച്ചായിരിക്കാം, ഇല്ലാച്ചോ ഈ പേഴ്സണെ കുറച്ച് എന്തോ ഒരു മെസ്സേജ്, ഇൻഫർമേഷൻ പുറത്തു വരാൻ പോകുന്നുണ്ടാവും. ഇപ്പോൾ 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു റിഗ്രറ്റിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരു പാസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് കുറെ റിഗ്രറ്റ് ഉണ്ടാവണു. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. മേ ബി പാസ്റ്റിൽ നിങ്ങളും ഏതോ ഒരു പേഴ്സന്റെ ഇടയ്ക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു സിംഗിൾ എനർജിയിലാണ്, പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് ഈ പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യും. അവരെ കുറിച്ച് എന്തെങ്കിലും പാസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് ഒരു വിഷമമുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ പാസ്റ്റിന്റെ എനർജി. പക്ഷെ കറണ്ട് എനർജിയിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്, ഒരു പുതിയ ലവ് സിറ്റുവേഷൻ. ഇപ്പോൾ ഇത് പുതിയ പേഴ്സൺ ആണോ പാസ്റ്റ് പേഴ്സൺ തന്നെയാണോ തിരിച്ചു വരണമെന്ന് നമ്മൾക്ക് നോക്കാം. 2 ഓഫ് കപ്സ് ഇവിടെ എന്താണ്?
സിക്സ് ഓഫ് കപ്സ് ഇതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പാസ്റ്റ് പേഴ്സൺ, ഈ ബ്രേക്കപ്പ് ആയ പേഴ്സൺ ആണ് ഇപ്പൊ തിരിച്ചു വരണേ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ. ആൻഡ് ഇത് നിങ്ങളെ കുറെ ഹാപ്പി ആക്കണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതായിരുന്നു വേണ്ടിണ്ടായിരുന്നേ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരുന്നു പ്രേ ചെയ്യണ്ടായിരുന്നെ, അത് ഈ പേഴ്സൺ തിരിച്ചു വരണം എന്ന്. ആൻഡ് നിങ്ങളുടെ പ്രേയേഴ്സ് ഈ മാസം ആൻസർ ആവണം. പക്ഷേ ഫ്യൂച്ചറിൽ 9 ഓഫ് വാൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് 9 ഓഫ് വാൻസ് കാണുന്നത്? 9 ഓഫ് വാൻസ് ഒരു പേടിയുടെ എനർജിയാണ്. എവിടെയോ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ട്, അത് ഈ പേഴ്സൺ ആദ്യം വിട്ടു പോവാന്ന ഒരു പേടി. അതിന്റെ കാരണം എന്താണ് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം? 9 ഓഫ് വാൻസ്, ഹാങ്ഡ് വൺ. അപ്പൊ ആദ്യം ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു സ്റ്റാഗ്നേഷൻ ആവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പാസ്റ്റ് ഇഷ്യൂസ് ഇതുവരെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പിരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ, ആ ഇഷ്യൂ ഇപ്പോഴും നിങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നേഷനിലേക്ക് പോണത്. അത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴേ ആണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, ഒരു ഈ റിലേഷൻഷിപ്പിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല വെച്ചാൽ ആദ്യം നിങ്ങൾ ആ സെയിം സിറ്റുവേഷനിൽ വന്ന് സ്റ്റക്കപ്പ് ആവും ആൻഡ് ആദ്യം നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ പാസ്റ്റിൻ്റെ എന്തൊക്കെയാ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ ആദ്യം അത് സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാം. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ അത് സോൾവ് ചെയ്യാണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് മുമ്പോട്ട് പോയാൽ ആ ഇഷ്യൂ ആദ്യം നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ആദ്യം ആ റിലേഷൻഷിപ്പ് ആ സെയിം വഴിക്കാണ് പോവുക. ആദ്യം അത് ബ്രേക്കപ്പ് ആവും, പിന്നെ സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആദ്യം സോർട്ട് ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ബിസി പേഴ്സൻ്റെ എനർജി ആവാം. കരിയറിൽ നിങ്ങൾ ബിസി ആയിരിക്കും ഈ മാസം. നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഒരു പേഴ്സൺ ഇവിടെ കുറെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് പറഞ്ഞാൽ, ഒരു പേഴ്സൻ്റെ എനർജി ഇവിടെ ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്ത പേഴ്സൺ ആണ്. ആൻഡ് മറ്റേ പേഴ്സൻ്റെ എനർജി ഇവിടെ കുറെ സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കുറെ അൺസ്റ്റേബിൾ എനർജിയിലാണ്, മറ്റേ പേഴ്സൺ സ്റ്റേബിൾ എനർജിയാണ്. അതിൻ്റെ കാരണം കുറെ ക്ലാഷസ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും അവരുടെ എക്സ്പെക്റ്റേഷൻ വേറെ മാതിരിയാണ്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ്. ഈ പേഴ്സൺ അത്ര ലോങ് ടേം ആലോചിക്കാത്ത പേഴ്സൺ ആണ്. ഇതൊരു ഫയർ സൈൻ തന്നെയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് ഒരു പാഷൻ ബേസ്ഡ് എനർജിയാണ്. അത്ര അവർ ലോങ് ടേം ചിന്തിക്കില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ പാഷൻ ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര കമ്മിറ്റ്മെന്റ് ഇല്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ അഡ്വൈസ് ഫൂളാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ഡിസിഷൻ ആണ് എടുക്കാൻ പറയണത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോവാൻ തീരുമാനിക്കേണ്ട വെച്ചാൽ ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഒരു വറി ചെയ്യാണ്ട് വേണം മുമ്പോട്ട് പോവാ. ഒരു ട്രസ്റ്റ് വെക്കണം. അതല്ല വെച്ചാൽ ആ ട്രസ്റ്റ് ഇല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസ്, ഞാൻ പറഞ്ഞ മാതിരി മുമ്പത്തെ ഇഷ്യൂസ് ഒക്കെ ഇരുന്ന് സംസാരിച്ച് വേണം സോൾവ് ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ആദ്യം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ആദ്യം നിങ്ങൾ കുറെ ഹെസിറ്റേറ്റ് ആണ് ചെയ്യണേ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോവാൻ. അപ്പോൾ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ ആദ്യം തന്നെ എടുത്ത് ചാട പറഞ്ഞ എന്താ പറയാ, ഇമ്പൾസീവ് ആയിട്ട് റിയാക്ട് ചെയ്യരുത്. എന്നുവെച്ചാൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഇത് ആദ്യം ഒരു ബ്ലോക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പൾസീവ്നെസ് കുറച്ച് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ഈ സഡൻ ഡിസിഷൻ ആയിട്ട് ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ നിങ്ങൾ ആദ്യം ആ സെയിം സ്ഥലത്താണ് പോയി ബ്ലോക്ക് ഫേസ് ചെയ്യുക.
അതുകൊണ്ട് ആദ്യം തന്നെ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യുക. ആദ്യം തന്നെ എല്ലാം പ്രശ്നങ്ങൾ, മുമ്പത്തെ പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഈ റിലേഷൻഷിപ്പ് ഏത് ഡിറക്ഷനിലേക്കാണ് പോണതെന്ന്. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എനർജി ഇപ്പോഴും ഞാനൊരു കമ്മിറ്റ്മെന്റ് കാണില്ല. നൈറ്റ് ഓഫ് സോൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ ഞാനൊരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, അതാണ് ഞാൻ കാണുന്നത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ് ആയിരിക്കും. അപ്പോൾ ഇത് വേഗം ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവും. ആൻഡ് ഈ പേഴ്സൺ കുറെ ട്രാവൽ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇവർ പറയണ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല. പറഞ്ഞാൽ ഈ പേഴ്സൺ പറയണ രീതി കുറച്ചൊരു ഹാർഷ് ആയിരിക്കാം. ഇല്ല നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോണേ, കോൾ ചെയ്യാൻ പോണേ. അപ്പോൾ എന്തോ ഇവിടെ ഒരു ഷോക്കിംഗ് ന്യൂസോ ഷോക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട്. ഇതെന്താണ് ഈ ടവർ? 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 10 ഓഫ് സോഡ് എല്ലാം ഒരു നെഗറ്റീവ് കാർഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തോ ക്ലാരിഫൈ ചെയ്യാൻ പോയാ ഈ പേഴ്സന്റെ ഇന്റൻഷൻ നിങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒരു എൻഡിങ്ങിലായിരിക്കും പൂണ്ടാവുക. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ ഇപ്പോഴും കമ്മിറ്റ്മെന്റിൽ സീരിയസ് അല്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ കാണുന്നില്ല. ആൻഡ് നിങ്ങളുടെ അപ്രോച്ച് വേറെയാണ്. നിങ്ങൾക്ക് മേ ബി ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. അത് കാണുമ്പോൾ, അത് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ഒരു എൻഡിങ്, ഒരു ബ്രേക്കപ്പ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഔട്ട്കം ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് വോൺസ് ഇവിടെ കിങ് ഓഫ് വോൺസിന്റെ മാച്ച് ആണ്. വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പുറത്തു വരാൻ വഴിയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ വേറെ ഒരു പേഴ്സന്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് ആ ന്യൂസും കൂടിയും ചിലപ്പോൾ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ന്യൂസ് പുറത്തു വരുമ്പോൾ നിങ്ങൾ കുറെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആവണം ആദ്യം. ഓക്കെ, അപ്പോൾ എല്ലാം കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക, അതാണ് ഞാൻ ഇവിടെ പറയണത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾ കുറെ ഹാപ്പിയാണ്, ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഹാപ്പിയാണ്. പക്ഷെ ഇവരുടെ ഇന്റൻഷൻ എന്താണെന്ന് അത് അറിയാൻ കുറെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് എന്താ വെച്ചാൽ മേ ബി ഇവരെ കുറിച്ച് എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നുകൊണ്ടാണോ ഈ ബ്ലോക്ക് ഉണ്ടാവണേ, ഓരൽസ് നിങ്ങൾ എന്തോ നിങ്ങൾക്ക് പറഞ്ഞ ഒരു സീക്രട്ട് പുറത്തു വന്നു, ഇല്ല വെച്ചാൽ നിങ്ങൾ എന്തോ കേട്ടു, അതിന്റെ കാരണം എന്തോ ഒരു ബ്ലോക്ക് വരുന്നുണ്ട് ഫ്യൂച്ചറിലും. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം. യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്താലും സാരില്ല, പക്ഷെ ഇമ്മീഡിയറ്റ്ലി കമ്മിറ്റ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ യെസ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ക്ലാരിഫൈ ചെയ്യാൻ ഇരിക്കില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എല്ലാം ക്ലാരിഫൈ ചെയ്യുക. ഈ പേഴ്സന്റെ പാസ്റ്റ്, കറണ്ട് എല്ലാം കാര്യങ്ങളും മനസ്സിലാക്കുക. മുമ്പത്തെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുക, അത് ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെല്ലെ മതി ചോയ്സ് ഉണ്ടാക്കുക, ഡിസിഷൻ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ഇവിടെ ഞാൻ ഫയർ സൈൻ കുറെ കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനൈ ഉണ്ട്, എക്വേരിയസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ സൈൻസ്. എന്താണ്? ആൻഡ് പൈസീസും ഉണ്ട്. അപ്പൊ ഇവിടെ വർത്തിന് എഴുതിയിട്ടുണ്ട്, യു ഡിസേർവ് ഗുഡ്നെസ്, യു ആർ വർതി ഓഫ് ലവ് ആൻഡ് ബ്ലെസ്സിങ്സ്, ഇറ്റ് ഈസ് യുവർ ബർത്ത് റൈറ്റ് റിഗാർഡ്ലെസ് ഓഫ് യുവർ ബിലീഫ്, ഗ്രേസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗിഫ്റ്റ്സ് ക്രിയേറ്റഡ് ജസ്റ്റ് ഫോർ യു, അവൈറ്റ് യുവർ ഓപ്പൺ ഹാർട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വർത്തിന്റെ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിസേർവ് ചെയ്യണു. അപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും അതല്ലാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യണ്ട വെച്ചാൽ അത് ഒട്ടും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ എല്ലാവരുടെയും മാതിരി നിങ്ങൾക്കും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം, ഒരു ഫാമിലി വേണം. അതൊക്കെ എക്സ്പെക്ട് ചെയ്യണത് ഒരു അൺയൂഷ്വൽ കാര്യമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ പെടുന്ന കാട്ടിലും ബെറ്റർ ഒരു വെയിറ്റ് ചെയ്തിട്ട് ഒരു ശരിയായ പേഴ്സണെ മീറ്റ് ചെയ്യണത് അതാണ്.
അപ്പോൾ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.